അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫിറോസിനെ അതാ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാൻ ശ്രമിക്കുകയാണ് ഷഹർബാൻ. ഫിറോസ് കാര്യങ്ങളെല്ലാം ഏറെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇല്ല, ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. അതെ, എന്നെ മനഃപൂർവ്വമായിട്ട് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട്. അതവൾ മാത്രമല്ല, അവളുടെ കൂടെയുള്ള ഒരുപാട് ഫ്രണ്ട്സുകൾ. പല സമയങ്ങളിലായി അവർ കയറി വരും. അതെ, എന്നെ തീരെ ഒരു ബഹുമാനമോ ഒന്നുമില്ല. ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ തീരെ അവർ ശ്രദ്ധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഫിറോസിനെ പാടയങ്ങ് അവോയ്ഡ് ചെയ്യുന്ന പോലെയാണ് അവിടുത്തെ കണക്ക്. ഷഹർബാൻ ഫിറോസിനെ വിളിക്കുന്നു. ഫിറോസ്. ശരിക്കും ഫിറോസ് ഞെട്ടിപ്പോയി. അതെ, തൻ്റെ രണ്ടാം ഭാര്യ തന്നെ അത്യധികം ക്രൂരമായി മർദ്ദിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന പോലെയാണ് വാക്കുകൾ കേട്ടാൽ. ഫിറോസ്, പിന്നെ നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും എടുക്കുവാനോ എന്തെങ്കിലും ഉണ്ടോ? ഷഹർബാൻ, നീ എന്താണ് പറയുന്നത്? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തു പോകാം. നിങ്ങൾക്ക് ഞാനിവിടെ സുഖമായി താമസിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അതെ, ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും സുഖമായി വാഴും. അതിനുവേണ്ടി എല്ലാവരും ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ. ഇനി എൻ്റെ ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കുറേ കാലം ഫിറോസ് ഭരിച്ചില്ലേ? ശരിക്കും ഫിറോസ് ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. ഷഹർബാൻ, എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതെ, തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഷഹർബാൻ, ഇത് നിന്റെ വീടല്ലല്ലോ. ആര് പറഞ്ഞു? എൻ്റെ കയ്യിലാണല്ലോ ഇതിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ശരിക്കും ഞെട്ടിപ്പോയി. ഷെറീന, നീ കളിക്കുന്ന തീക്കളിയാണ്. വേണ്ടാത്തിന് നിൽക്കണ്ട. ഓ പിന്നെ ഇതൊക്കെ എൻ്റെ പേരിലാക്കാനൊന്നും ഒരു പണിയുമില്ല. തൽക്കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം. പക്ഷെ ഇവിടെ നിൽക്കണമെങ്കിൽ തന്നെ നല്ല അടങ്ങി ഒതുങ്ങിയ ഒരു ഭാഗത്ത് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ജീവിക്കേണ്ടി വരും. അതല്ലാതെ ഇവിടെ രാജാവ് ചമയാൻ വരാൻ പാടില്ല. എന്താ തൻ്റെ രണ്ടാം ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അവൻ ഞെട്ടിത്തരിക്കുകയാണ്. അതെ, ഓരോന്നോരോന്നായിട്ട് അവൾ അവളുടെ കൈവശമാക്കി തുടങ്ങിയിരിക്കുന്നു. ഇനിയും വൈകിക്കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും. ഷഹർബാൻ, നിനക്ക് എന്തവകാശമാണ് ഇവിടെയുള്ളത്? ആഹാ, അതെന്ത് ചോദ്യം? എൻ്റെ ഭർത്താവിൻ്റെ വീടാണിത്. ഭർത്താവിൻ്റെത് ഭാര്യയ്ക്ക് അവകാശമുള്ളതാണ്. എന്താ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? സംശയം വെറുതെയാണോ ഞാൻ നിങ്ങളെക്കൊണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചത്? അതെ, നിയമപരമായിട്ട് തെളിവുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഒരു കോടതിയും എന്നെ ശിക്ഷിക്കില്ല. നിങ്ങളെയാണ് ശിക്ഷിക്കുക. ഓക്കെ. ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ പറയാം രണ്ടാം ഭാര്യ. അതെ, രജിസ്റ്റർ മാരേജ് വേണ്ടാത്ത പണിക്ക് നിന്നു. ഒന്നും ആലോചിച്ചില്ല. എന്നാൽ ദിവസം തോറും കൂടുന്നതിനനുസരിച്ച് അതാ ഷഹർബാന് അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇടയിൽ അവനൊരു തടസ്സമായി മാറുകയായിരുന്നു. അത് അവൻ കയറി വരുമ്പോൾ അവൾ തൻ്റെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചിരിച്ചു കളിച്ച് സോഫയിലിരിക്കുന്നു. ചിരിച്ചു കളിച്ച് ഭക്ഷണം കഴിക്കുന്നു. ശരിക്കും ഞെട്ടിപ്പോകുന്ന കാഴ്ചകൾ. അതും ഒരാൾ മാത്രമല്ല, രണ്ടാളുടെ ഇടയിലാണ് അവൾ കഴിയുന്നത്. അതിനിടയ്ക്ക് എന്തൊക്കെയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ അറിയില്ല. അങ്ങനെ പലതും അവരെങ്ങനെ ആർമാദിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. പലപ്പോഴും ഫിറോസ് കയറി വരുന്നത് പോലും അവൾ അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഫിറോസ് ശരിക്കും ഞെട്ടിപ്പോകുന്ന കാഴ്ചകളാണ് ഉണ്ടായത്. എന്നാൽ ആ കാഴ്ചകൾ കണ്ട് വന്ന തൻ്റെ ഭാര്യയുടെ ആ ഒരു ലീലാവിലാസങ്ങൾക്കിടയിൽ അവനത് കാണുമ്പോൾ, ഡീ എന്ത് ചെറ്റത്തരയടി നീ ഇവിടെ കാണിക്കുന്നത്? എന്ത് തമ്മാടിത്തര, നീ വന്നേ എന്ന് പറഞ്ഞു നേരെ അവളുടെ നേരെ അടുക്കുമ്പോൾ, കണ്ടില്ലേ, എൻ്റെ നേരെ അടുക്കുമ്പോൾ നിങ്ങളെന്ത് നോക്കി നിൽക്കുന്നത്? അത് ഇവിടുത്തെ ബോസ് ഇറക്കി വിടണം, അവന് രണ്ടെണ്ണം കൊടുക്ക്. എന്നാൽ അവളുടെ രണ്ട് ഫ്രണ്ട്സുകൾ ഒരുമിച്ച് വന്ന് ഫിറോസിന് നല്ല രീതിയിൽ പെരുമാറുകയാണ്. അവൻ തിരിച്ചു പെരുമാറാൻ ശ്രമിക്കുന്നു. എങ്കിലും അവരുടെ ആ ഒരു മസിലും ബലവുമുള്ള കൈകൾ കൊണ്ട് അവന് കിട്ടിയപ്പോൾ തന്നെ മൂലക്കിൽ ഇരുന്ന് ഒരു പരുവമായി. ഇനി ഇങ്ങ് പോര്, കൊല്ലണ്ട, അവിടെ നിൽക്കട്ടെ. ശരിക്കും തൻ്റെ ഭാര്യ തന്നെയാണോ ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്ന് അവന് ബോധ്യപ്പെട്ടു. പഠിച്ചവൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന് പറഞ്ഞ പോലായി.
അവളാണെങ്കിൽ എങ്ങോ പോയി. ഇവളാണെങ്കിൽ തന്നെ ഭരിക്കുകയാണ്. അതേ, എന്താ മൂലക്ക് എണീക്കണമെന്നില്ലേ? വേഗം പോയി കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേ. ആ, പിന്നെ വരുമ്പോൾ 3 ബ്രൂ കോഫി എടുത്തോ, ഞങ്ങൾക്ക് 3 പേർക്കും കുടിക്കാൻ. അടുക്കളയിലെത്തിയ ഫിറോസ് അതെ താനൊരു അടിമയായി മാറിയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലാവുകയാണ്. ഹോ, എന്താ റബ്ബേ, എന്തൊരു അടിമപ്പണിയാണ് എനിക്ക് ഇത്, എനിക്കറിയുന്നില്ല. എന്ത് കാര്യം കൊണ്ടാണ് എനിക്ക് ഇത്രയധികം ശിക്ഷ കിട്ടുന്നത്? അത് രജിസ്റ്റർ ചെയ്തു പോയി, പെട്ടുപോയി എന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ ഒരു പക്ഷേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. ഇനിയിപ്പോൾ രക്ഷപ്പെട്ടാലും അത് രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് തന്നെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒഴിവാക്കണമെങ്കിൽ തന്നെ എത്രയോ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും അവൾ ആവശ്യപ്പെടുന്നത്. എനിക്കറിയുന്നില്ല ഏതൊരു സമയത്താണ് ഇവളുടെ വലയിൽ കുടുങ്ങാൻ തോന്നിയത്, എനിക്കറിയുന്നില്ല. അപ്പോഴും ഫിറോസ് ഓർത്തു തൻ്റെ ഉമ്മ തന്നെ പ്രസവിച്ച് പാലൂട്ടി പോറ്റി വളർത്തുണ്ടാക്കിയ എൻ്റെ ഉമ്മയെല്ലാം ഇറക്കി വിട്ടു, പെങ്ങന്മാരെയും. അതിനുള്ള ശിക്ഷ എമ്പാടും. എങ്ങോട്ട് പോവാൻ? അഥവാ പോയാൽ തന്നെ തനിക്കെതിരെ കേസ്, കാര്യങ്ങൾ, അങ്ങനെ എന്തു ചെയ്യും എന്ന് ഫിറോസിന് ഒരു പിടുത്തവുമില്ല. വീട്ടുജോലികൾ കഠിനമായി അവനെക്കൊണ്ട് അവരെല്ലാവരും കൂടി ചെയ്യിപ്പിക്കുന്നു. എന്നാൽ ഈ സമയം അങ്ങ് അറേബ്യയിൽ അജ്മൽ സാർ എങ്ങനെയെങ്കിലും അറബിയുടെ ഇഷ്ടത്തിന് കയറി പറ്റുവാൻ വേണ്ടി നിൽക്കുകയാണ്. അറബിയെ വളരെയധികം ബഹുമാനത്തോടെ അർബാവ് വരുമ്പോൾ തന്നെ അത് അജ്മൽ സാർ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് നേരെയാക്കി കൊടുക്കുന്നു. അദ്ദേഹം അത് എളുപ്പത്തോടെ ഇടുന്നു. അദ്ദേഹം വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അയൺ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതാ അജ്മൽ സാർ അറബിയുടെ പ്രിയപ്പെട്ടവനായി ആ സ്ഥാനത്തിന് വേണ്ടി കൊതിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അർബ അദ്ദേഹം വരുമ്പോഴേക്കും അദ്ദേഹത്തിന് വീശിക്കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ കൈകളിൽ എന്തുണ്ടെങ്കിലും അത് സ്വീകരിച്ചിട്ടും അങ്ങനെയൊക്കെ ശരിക്കും നല്ലൊരു സെർവൻ്റായി തന്നെയാണ് അജ്മൽ സാർ അവിടെ തുടരുന്നത്. എന്നാൽ അറബി വിചാരിക്കുന്നു, ഹോ, എന്തൊക്കെ തന്നെയായാലും എനിക്ക് കിട്ടിയത് നല്ലൊരു മുതൽ തന്നെയാണ്. നല്ല രീതിയിൽ എല്ലാ ജോലികളും തീർക്കുകയാണ്. എന്നാൽ സിനാന് നല്ല പനിയുണ്ടായിരുന്നു. അപ്പോഴും ഈ കാര്യം എങ്ങനെയെങ്കിലും അറബിയെ അറിയിക്കണം. അതിനെന്താണൊരു വഴി? അർബ അജ്മൽ സാർ സ്നേഹത്തോടെ വിളിച്ചു. ആ, പറയൂ അജ്മൽ. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു ജോലിക്കാരനുണ്ടെന്ന്. അദ്ദേഹത്തെ പുറത്ത് തന്നെ കാണാനല്ലോ, ഏതാണെന്ന്? അത് അവനവിടെ ഉണ്ടാകും, ഇങ്ങോട്ടൊന്നും പ്രവേശനമല്ലല്ലോ. വരൂ, എൻ്റെ കൂടെ വരൂ. അപ്പോൾ തന്നെ സിനാൻ്റെ മനസ്സിൽ ചെറിയൊരു ലഡ്ഡു പൊട്ടി. അങ്ങനെ അതാ അറബിയുടെ പിന്നാലെ അറിയാത്ത രീതിയിൽ സിനാൻ റൂമിലേക്ക്. ഓ, ഇതാണോ? അല്ല അർബ, എന്താ ഇത്രയ്ക്കും ചെറിയ റൂം ഒരു വ്യക്തിക്ക്? അവനത് തന്നെ ധാരാളം, നല്ലത് ഉണ്ടായിരുന്നു. പക്ഷേ അതവന് അതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട്, അജ്മൽ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ മാത്രമല്ല കൊണ്ടു നടക്കുന്നത്. പിന്നെ അർബ, അത് എൻ്റേത് മാത്രമല്ല ഇതൊന്നും. അതെന്താ അങ്ങനെയാക്കി തീർക്കുകയാണ്? ശരിക്കും അറബിക്ക് എന്തൊക്കെയോ തന്നോട് പറയുവാനുണ്ട് എന്നുള്ള തോന്നല്. എന്തൊക്കെ തന്നെയാലും സിനാൻ്റെ റൂമിലെത്തിയപ്പോൾ സിനാൻ അവിടെ പനിച്ചു കിടക്കണം. അർബ, ഇതാണോ നിങ്ങൾ പറഞ്ഞ ആള്? ഓ, അവശനായി കിടക്കുകയാണ്. പഠിച്ചോന് എന്തൊരു പനിയാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക്. അർബ, എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലേ, അറബി വീട്ടിൽ നിന്ന് പറ്റിക്കഴിഞ്ഞാലും അതും കേസ് തന്നെയാണ്. അറബിയെ ചെറുതായൊന്ന് പേടിപ്പിച്ചു. സിനാൻ, എഴുന്നേൽക്ക്, ഇവൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഒന്ന് പോവാ. നിങ്ങൾ പോകൂലേ? ഞാൻ പോയിക്കോളാം അർബ. അപ്പോൾ തന്നെ അതാ അജ്മൽ സിനാനെയും കൊണ്ട് പുറത്തു പോകുന്നു. പെട്ടെന്ന് സിനാൻ, എങ്ങനെയുണ്ടടാ? അല്ല, എങ്ങനെ നീ ഇതൊക്കെ സാധിപ്പിച്ചെടുത്തു? അതൊക്കെ വഴിയുണ്ടടാ, നടക്ക്. ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ അതാ സിനാനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. എങ്ങനെയുണ്ട്? അല്പം സുഖമുണ്ട്. പിന്നെ അറബി പറഞ്ഞപ്പോൾ ഒന്ന് പുറം ലോകം കാണാമെന്ന് വിചാരിച്ചതാണ് വന്നതാണ് എൻ്റെ പൊന്നു അജ്മൽ. മനസ്സിലാകുന്നുണ്ട് എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും. വൈകാതെ നിന്നെ ആ അറബി വീട്ടിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. നീ തൽക്കാലം ആ രീതിയിൽ തന്നെ അവിടെ നിന്നാൽ മതി, സുഖമില്ലാത്ത രീതിയിൽ, കേട്ടോ? അങ്ങനെ
അതാ അജ്മൽ കുറച്ച് സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി അവർ വീട്ടിലേക്ക് തന്നെ പോകുന്നു. കാരണം കൂടുതൽ കളവ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ അധികം വൈകാതെ എത്തി. സിനാൻ, നീ അതുപോലെ തന്നെ കിടന്നോ. നിന്റെ ജോലിയെല്ലാം ഇന്നു മുതൽ ഞാനാണ് എടുക്കുക. അല്ലാതെ നീ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നു, പക്ഷെ നിനക്ക് സാലറിയോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ഫുഡ് മാത്രം കിട്ടുന്നുള്ളൂ എന്നൊക്കെ അറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളൊന്ന് തേങ്ങി. നീ മുഹ്സിനയുടെ കൂടെ ജീവിക്കാനുള്ളതാണ്, അല്ലാതെ നിങ്ങളിങ്ങനെ വേർപെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ആളുകളല്ല. മുഹ്സിനയുടെ അരികിലേക്ക് എത്തണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ശരിക്കും തൻ്റെ ആത്മാർത്ഥമായ കൂട്ടുകാരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാശ്വാസം. അജ്മൽ, നീയാണടാ എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. കൂട്ടുകാരനല്ല എന്നല്ല, കാരണം എന്നെക്കൊണ്ട് രീതിയിലുള്ള ചെറിയ ഹെൽപ്പ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ല, വലിയ ഹെൽപ്പ് മാത്രമാണ് ചെയ്യുന്നത്. സത്യമായിട്ടും സിനു, നിൻ്റെ അസുഖമെല്ലാം മാറും. മുഹ്സിനയുടെ അരികിലെത്തണം. തൽക്കാലം നീ റൂമിൽ റെസ്റ്റ് എടുക്ക്. അങ്ങനെ അതാ സിനാൻ അജ്മൽ പറയുന്നതനുസരിച്ച് എഴുന്നേൽക്കാതെ അവിടെ തന്നെ കിടക്കുന്നു. എന്നാൽ ഇടയ്ക്കിടെ സിനാൻ്റെ റൂം സന്ദർശിക്കുക പതിവായിരുന്നു. അതിനെല്ലാം ഉള്ള അനുവാദം അതാ അവന് കൊടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അന്ന് സിനാന് വാഹനം കഴുകുവാൻ എഴുന്നേറ്റില്ല. അവനോട് അജ്മൽ പറഞ്ഞതനുസരിച്ച് അവിടെ തന്നെ നിന്നു. അന്ന് അവന് കഴുകുവാനുള്ള മുഴുവൻ വാഹനങ്ങളും അത് അജ്മൽ സാർ ഒറ്റയ്ക്ക് കഴിയുന്നു. പാവം, ഇത്രയധികം വാഹനങ്ങളൊക്കെ കഴുകാനെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരിത് തന്നെ. എന്നാൽ സിനാന് അതൊന്നും ചെയ്യിക്കാൻ അന്ന് അജ്മൽ അനുവദിച്ചില്ല. അർബിയോട് കാര്യങ്ങൾ പറയണം. അർബ, സ്നേഹത്തോടെ അതാ വിളിക്കുന്നു. അർബ, എൻ്റെ പൊന്നു അർബ, നിങ്ങളെവിടെ? നിങ്ങളെ കാണാതിരിക്കുമ്പോഴെനിക്ക് ആകെപ്പാടൊരു ബേജാറാകണം. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പിതാവിനെ പോലെയാണ് നിങ്ങൾ തോന്നുന്നത്. അർബ, ആ അതെ, പിന്നെ ആ റൂമിലുള്ള സിനാൻ എന്ന പേരുള്ള വ്യക്തി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. വെറുതെ വണ്ടി വരെ ആക്കണ്ടല്ലെന്ന് എൻ്റെ അഭിപ്രായം. അവന് ആ പാസ്പോർട്ട് എന്തിച്ചാൽ കൊടുത്താണ്ട് ഒഴിവാക്കല്ലോ നല്ലത്. അവൻ്റെ ജോലിയെല്ലാം ഞാൻ ചെയ്തോളാം, വെറുതെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അറബി ഒന്ന് ഞെട്ടി. അജ്മൽ, അത് അവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ല. പിന്നെ ഈ ഒരു വലിയ കൊട്ടാരത്തിനും സ്ഥലത്തിനും ഉടമയായ നിങ്ങളല്ലേ അത് തീരുമാനിക്കേണ്ടത്. മോനെ, അത് മാത്രമല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രത്യേകിച്ച് അവനെ പുറത്തു വിടാതെ വേറെ ജോലി മാറ്റുന്നതിന് കാരണക്കാരിയെല്ലാം എൻ്റെ ഭാര്യയാണ്. ശരിക്കും അജ്മൽ സാർ ഞെട്ടുന്നു. എന്ത്? അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു റോളും ഇല്ല? അയ്യേ അർബാവ്, ഇത് മോശമായി. നിങ്ങളുടെ ഭരണമാണല്ലോ ഇവിടെ വേണ്ടത്. ആ, എൻ്റെ ഭരണമൊക്കെ തന്നെ, പക്ഷേ ഇതല്പം കൂടിയ ഇനമായിപ്പോയി. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു സഖി, പക്ഷേ പഠിച്ച റബ്ബിൻ്റെ വിധി അവളെ കൊണ്ടുപോയി. അതിനുശേഷം എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഇത് വളരെയധികം കർശനമായാണ് നിലനിർത്തുന്നത്. അതുമാത്രമല്ല, ഞാൻ പോലും അവൾ വരച്ച വരയിൽ നിൽക്കണം. അതാണ്. പൊന്നു അർബ, ഈ സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടോ. അയ്യേ, പുറം ലോകം കാണണ്ട. അല്ലർബ, ഞാൻ എന്ത് ചെയ്യേണ്ടത്? ആ കുട്ടിയോട് എന്ത് പറയണം? സിനാൻ എന്ന പേരുള്ള അവന് സുഖമില്ലാത്ത അഥവാ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നാൽ നിങ്ങളുടെ സ്വത്തിനും കുടുംബത്തിനൊക്കെ അത് ബാധിക്കും. കാരണം എല്ലാം പ്രശ്നങ്ങളായി തീരും. അതുകൊണ്ട് തന്നെ എന്ന വ്യക്തിയെ വെറുതെ ഇവിടെ അവൻ ആ ഒരു റൂം കൊടുത്തതും അവൻ്റെ ജോലികളുടെ ഭാരം കൂട്ടിയതും എല്ലാം അവളാണ്, അല്ലാതെ മറ്റാരുമല്ല. സിനാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അജ്മൽ സാർ കഴിയുന്ന രീതിയിൽ അവനെക്കൊണ്ട് കഴിയുന്നത്ര അവൻ അവിടെ അഭിനയിക്കുന്നുണ്ട്. അറബിയെ ശരിക്കുമൊന്ന് വീഴ്ത്തണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം അറബി, ചുരുക്കി പറഞ്ഞാൽ അറബിയുടെ കൈകളിലല്ല ഈ ഭരണം. അത് മറ്റാരുടെയൊക്കെയായി മാറുവാനും ഈ നിമിഷങ്ങൾ മാത്രമാണുള്ളത്. സിനാനെ രക്ഷപ്പെടുത്താൻ അജ്മൽ സാറിന് കഴിയുമോ? അറബിയുടെ ഭാര്യ അതിന് സമ്മതിക്കുമോ? അതോ അറബിയുടെ ഭാര്യ അറിയാതെ എങ്ങനെയെങ്കിലും സിനാനെ മുഹ്സിനയുടെ അരികിലേക്ക് രക്ഷപ്പെട്ടു ഓടാൻ ഒരു ചാൻസ് നമ്മുടെ അജ്മൽ സാർ ഉണ്ടാക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് സ്റ്റോറി കുറച്ചേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, അന്ന് വീട്ടിൽ ഉസ്താദുമാർക്ക് ചിലവായിരുന്നു.
അപ്പോൾ രാവിലെ 5 പേർക്കുണ്ടായിരുന്നു, ഉച്ചക്ക് 4 പേർക്ക്, അതുപോലെ ഈവനിങ് പിന്നെ ഞങ്ങൾ ക്യാഷ് കൊടുക്കലാണ് ചായയും കുടിക്കാനുള്ളത്. അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് 4 പേർക്കുള്ളത് ഇപ്പോൾ കൊടുത്തയച്ചു. അപ്പോൾ നമ്മുടെ മലപ്പുറമൊത്ത് റെക്കോർഡ് ചെയ്തു. ഇപ്പോൾ ഇതും റെക്കോർഡ് ചെയ്തപ്പോൾ ഉറങ്ങി തൂങ്ങുകയാണ്, ഒരുപാട് ടൈമായില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. നമുക്ക് സിനാനെയും രക്ഷിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഹംദയെയും രക്ഷിക്കണം ഇൻഷാ അല്ലാഹ്.